نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഇൽമിൻ്റെ സദസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും വാഗ്ദാനം ചെയ്തത്, അതൊക്കെ നേടിയെടുക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിനു മുമ്പ് ചർച്ച ചെയ്തത് ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില മര്യാദകളെ സംബന്ധിച്ചാണ്. അതിൽ അള്ളാഹുവിനോടുള്ള മര്യാദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദ, ഇത് രണ്ടുമാണ് നമ്മൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൻ്റെ കൂടെ ആമ്മത്തുന്നാസ്, മുസ്ലിം സമുദായത്തിൽ മൊത്തത്തിലുള്ള മര്യാദകൾ, അതിൽ നമ്മൾ ചില വിഭാഗങ്ങളായി തരംതിരിച്ചു. ഒന്ന് മാതാപിതാക്കൾ, രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ, മൂന്ന് അയൽപക്ക ബന്ധം, നാല് കുടുംബ ബന്ധം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനോടുള്ള മര്യാദകൾ നമ്മൾ പൂർത്തിയാക്കി. അതിൻ്റെ കൂടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട മര്യാദകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആദാബുകളെ സംബന്ധിച്ച്, മര്യാദകളെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പൊ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം അത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്. ആകാശം നിറക്കപ്പെട്ട എല്ലാ കിതാബുകളിലും ചർച്ച ചെയ്ത വിഷയമാണ് മാതാപിതാക്കളുടെ മര്യാദകൾ. എന്ന് വേണ്ട, മനുഷ്യനിർമ്മിതമായ മതങ്ങളിലും മാതാപിതാക്കൾക്ക് സ്ഥാനമുണ്ട്. അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും അത് അംഗീകരിക്കുന്നതുമാണ്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് അത് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും വരച്ചു കാട്ടിയതുപോലെ മറ്റൊരു മതത്തിലും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യനിർമ്മിതമായ ഇസങ്ങളായാലും മതങ്ങളായാലും പ്രത്യയശാസ്ത്രങ്ങളായാലും അതും ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താനും മനുഷ്യ ബുദ്ധി കൊണ്ട് കേവലം വരച്ചിടാനും സാധിക്കാത്ത കാര്യങ്ങളാണ്. അത് അള്ളാഹുവിൻ്റെ അജീബായൊരു അത്ഭുതമാണ്. അതുകൊണ്ടാണല്ലോ വിവാഹബന്ധത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ഇതെന്തിന്റെ കൂടെയുള്ള പറയുന്നത്? ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ഗോള നക്ഷത്രങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊക്കെ അത്ഭുതങ്ങളാണല്ലോ. അതിന്റെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞത് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ഇതേപോലുള്ള ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരു ഇണയെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരിക്കലും പരിചയമില്ലാത്ത, കുടുംബ ബന്ധമില്ലാത്ത അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒരു രാത്രി കൊണ്ട് ഒന്നായി തീരുന്ന ഒരു അത്ഭുത സിദ്ധാന്തം, അതല്ല വിവാഹം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ അജീബായ ഖുദ്റത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വിവാഹം കഴിച്ചാൽ അവർക്കിടയിൽ സ്നേഹബന്ധം, അതുപോലെ കാരുണ്യബന്ധം, ഇതൊക്കെ തീരുമാനിക്കുന്നത് അത് അള്ളാഹുവാണ്. വേറെ ആരെ സംബന്ധിച്ച് അള്ളാഹുവിനെ പറഞ്ഞിട്ടില്ല. അപ്പൊ മാതാപിതാക്കളോടുള്ള സ്നേഹം അത് അള്ളാഹുവിന് കിട്ടുതരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അത് പ്രകൃതിയാ അങ്ങനെ സൃഷ്ടിച്ചതാണ്. എല്ലാ മക്കളും തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. അത് മൃഗങ്ങളായാൽ കൂടി തിരിച്ചിങ്ങോട്ട് അത് പ്രകൃതിതരമായ അള്ളാഹു നിർമ്മിച്ച വ്യവസ്ഥിതിയാണ്. പക്ഷെ വിവാഹം എന്ന് അങ്ങനെയല്ല.
വിവാഹബന്ധത്തിലൂടെ അള്ളാഹു പ്രത്യേകം അവർക്ക് എന്ത് ചെയ്യും? പരസ്പരം സ്നേഹവും ഐക്യവും കാരുണ്യവും അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും. അതാണ് എടുത്തു പറയാൻ കാരണം. ബൈനക്കും മവദ്ദത്തൻ വറഹ്മ എന്ന് അള്ളാഹു പറയാൻ കാരണം. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ്. ഇഷ്ക്, ഹുബ്, മവദ്ദത്ത്, ഇങ്ങനെ വ്യത്യസ്തമായ അറബി പദങ്ങൾ കാണാം. മലയാളത്തിൽ എല്ലാത്തിനും ഒരേ അർത്ഥം, ഇഷ്ടം എന്നാണ് എൻ്റെ വാക്കർത്ഥം വരിക. പക്ഷെ അറബിയിൽ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ രൂപങ്ങളാണ്. മഹബത്ത് വേറെ, ഇഷ്ക് വേറെ, മവദ്ദത്ത് വേറെ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടാകുന്ന സ്നേഹത്തിന് മാത്രമാണ് മവദ്ദത്ത് എന്ന് പറയാൻ. എൻ്റെ അർത്ഥം അങ്ങനെയാണ്. അടിക്കും, പിണങ്ങും, തർക്കമുണ്ടാവും, എന്നാൽ ഒരേപോലെ സ്നേഹിക്കുകയും ചെയ്യും. അത് വേറെ ദുനിയാവിൽ വേറെ എവിടെ ഉണ്ടാവില്ല. അതാണ് മവദ്ദത്ത് എന്ന് പറയും. സൗന്ദര്യ പിണക്കെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനാ പറയും മവദ്ദത്തിന്. അപ്പൊ ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ആ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് ഇൻഷാ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ കല്യാണം കഴിച്ചവരാണ്, ചില ആൾക്കാർ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഇത് സ്വാഭാവികമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മര്യാദ കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരികളും പ്രത്യേകമായ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്ത് അതിനുവേണ്ടി തയ്യാറാകുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. റസൂലുള്ളാഹിയുടെ പ്രത്യേകത, ഒരു ഭരണാധികാരിക്ക് റസൂലുള്ളാഹിയുടെ മാതൃകയുണ്ട്, ഒരു ജോലിക്കാരന് റസൂലുള്ളാഹിയുടെ മാതൃകയുണ്ട്, ഒരു മുതലാളിക്ക് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്, ഒരു ഭർത്താവിനും ഒരു പിതാവിനും ഒരു കുടുംബനാഥനും ഒരു കച്ചവടക്കാരനും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട്. എല്ലാ മേഖലയിലും മാതൃകയുണ്ട്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിലും നമ്മൾ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ പഠിച്ച് റസൂലിന്റെ ദാമ്പത്യ ജീവിതം പഠിച്ചാൽ തന്നെ അതിനേക്കാൾ വലിയ മോട്ടിവേഷന്റെ ക്ലാസ്സുകൾക്കൊന്നും വേറെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായ അവകാശങ്ങളുണ്ട്, തുല്യമായ ബാധ്യതകളുമുണ്ട്. ഈ രണ്ടുപേരും അവരുടെ ബാധ്യതകൾ പൂർത്തീകരിച്ചാലേ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. ഒരാൾ അവരുടെ ഹക്കുകൾ പൂർത്തിയാക്കി മറ്റേയാള് ഹക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അവിടെ തകർച്ച സംഭവിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കാൻ 2-3 ഹദീസുകളാണ്. ഒന്ന്, സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ഈ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് യശ്കൂ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗജതിഹി, തന്റെ ഭാര്യയെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളോട് പരാതി പറഞ്ഞു. ചില പ്രശ്നങ്ങളും പരാതികളൊക്കെ പറഞ്ഞു. ഭാര്യ അറിയോ? സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ കല്യാണം കഴിക്കുകയും ഉമ്മഹാത്തിൽ ഉൾപ്പെട്ട സ്ത്രീയാണ് സൈനബ് ബിൻത് ജഹ്ഷ്. ആദ്യം സയ്യിദിന്റെ ഭാര്യയായി. ഈ ഭാര്യയെ സംബന്ധിച്ച് റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് വന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താ? 2 വാക്ക് റസൂൽ ഒതുക്കി. ഒന്ന്, ഇത്തഖുല്ലാഹ ഫിൻ നിസാ, സയ്യിദേ നിന്റെ ഭാര്യമാരുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്തായിരിക്കും ഇതിന്റെ ഉപദേശം? ഇതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? പണ്ഡിതന്മാർ ഈ ഹദീസിനെ 3 രൂപത്തിൽ വ്യാഖ്യാനിച്ച. ഒന്ന്, അതിന്റെ ഇൽമിയായ മേഖല, ഇൽമിയായ ഒരു മേഖല, അത് ഒരുപാട് ഗഹനമായ ചർച്ചയാണ്. 2, ഈ ഹദീസിന് കിട്ടുന്ന തസ്കിയത്ത് പരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3-മത്തത് ഈ ഹദീസിന് കിട്ടുന്ന അഹ്കാമിപരമായ കാര്യങ്ങൾ. നമുക്കതിന്റെ തസ്കിയപരമായ കാര്യങ്ങൾ എടുക്കാം. അതിൽ റസൂലുള്ളാഹി പ്രധാനമായിട്ട് പറയുന്നത് ഇത്തഖുല്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഭാര്യയുടെ പരാതിയുമായി റസൂൽ അടുക്കലേക്ക് വന്ന വ്യക്തിയോട് റസൂലിന്റെ മറുപടി, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ചത്, ഇവിടെ റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത് സയ്യിദ് റളിയല്ലാഹു അൻഹു മോശപ്പെട്ടവൻ ആയി എന്ന നിലക്കല്ല. സഹാബിയാണ്, റസൂൽ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം മോശക്കാരനാണ്, അതുകൊണ്ടാണ് അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് എന്നല്ല, മറിച്ച് നമുക്ക് കിട്ടാനുള്ള ചില പാഠങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത്. അതിലൊന്ന്, ചില ഭർത്താക്കന്മാർ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭാര്യ അതെൻ്റെത് മാത്രമായിരിക്കണം. എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാർ എൻ്റെ ഭാര്യ ഉണ്ടാൻ പാടില്ല, എനിക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ എൻ്റെ ഭാര്യയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് മനുഷ്യ സഹജമായി എല്ലാ ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ തിരിച്ചങ്ങോട്ട്
ഭാര്യ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഭാര്യ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായി ഞാൻ സംസാരിക്കും, ഭാര്യ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ബന്ധങ്ങൾ ഉണ്ടാകും, ഞാൻ എല്ലാ തോന്നിവാസവും ചെയ്യും. പക്ഷെ എൻ്റെ ഭാര്യ ഇതൊന്നും ചെയ്യാൻ പാടില്ല, അവള് നല്ല പെണ്ണായിരിക്കണം. ഈ ഒരു ദുർവാശി അത് ഒഴിവാക്കണം. മറിച്ച് രണ്ടുപേരും ഒരേപോലെ ദാമ്പത്യ ജീവിതത്തെ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മാത്രമേ ആ ജീവിതം സന്തോഷകരമാകൂ എന്നൊരു പാഠമാണ് ഈ ഹദീസിന് പഠിപ്പിക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെയാണ്, അവരുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാവില്ല, എല്ലാ തോന്നിവാസവും ചെയ്യും, എല്ലാ ബന്ധങ്ങളും ഉണ്ടാവും. വിവാഹത്തിന് ശേഷവും വിവാഹേതര ബന്ധങ്ങൾ ഒരുപാട് അവർക്കുണ്ടാവും. പക്ഷെ അവരുടെ ഭാഗ്യം അവരാരോട് ഉണ്ടാൻ പാടില്ല, സ്വന്തക്കാരോട് പോലും ഉണ്ടാൻ പാടില്ല, സ്വന്തക്കാരെ ഫോൺ എടുത്ത് സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഇവരെല്ലാ തോന്നിവാസം ചെയ്യും. അതൊരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല, അത് തകരും. അതുകൊണ്ട് റസൂൽ പ്രത്യേകം ഇത്തഖുല്ലാഹ ഫിൻ നിസാ, ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം അത് തഖ്വയാണ്. തഖ്വയുള്ളവർക്ക് മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കാണ്, ഒരാള് സിന ചെയ്താൽ ആ സിന കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടും. നിങ്ങൾ വ്യഭിചരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മതിലെങ്കിലും വ്യഭിചരിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കാണ്. ഇതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള ജീവിതം അതായിരിക്കും സന്തോഷം നൽകുന്നത്. ഭർത്താവ് എത്ര കണ്ട് അള്ളാഹിലേക്ക് അടുക്കുന്നുവോ, എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, അതനുസരിച്ച് കൊണ്ടായിരിക്കും വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ പെരുമാറ്റവും സ്വഭാവ രൂപീകരണവും. നമ്മൾ എത്ര അള്ളാഹിലേക്ക് അടുക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മുടെ ഭാര്യയെ നന്നാക്കി തരും. നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിന് വിദൂരത്താകുന്നുവോ, തോന്നിവാസങ്ങൾ ചെയ്യുന്നുവോ, അതനുസരിച്ച് അള്ളാഹു നമ്മുടെ ഭാര്യമാരിലൂടെ നമ്മൾ ഇടങ്ങാറാക്കും, പ്രയാസപ്പെടുത്തും. ഇതൊരു യാഥാർത്ഥ്യം, ദാമ്പത്യ ജീവിതത്തിന്റെ അസ്ലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമതൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസ് ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ ആളുകൾക്ക് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. എന്താ പറയുക, റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം, റസൂലുള്ളാഹി തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം, ജാബിർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. ഹജ്ജത്തുൽ വിദാഇന് 1,00,000-ൽ പരം സഹാബാക്കളെ സാക്ഷി നിർത്തി റസൂൽ ഗംഭീര വിടവാങ്ങൽ പ്രസംഗം നടത്തി. റസൂല് ഒരു നേതാവാണ്, ഒരു ഉമ്മത്തിന്റെ റസൂലാണ്, അതേപോലെ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്ന പൊസിഷനിൽ ഇരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാരസമ്പുഷ്ടമായ ഒരു ഉപദേശമായിരിക്കും കൊടുക്കുക, അല്ലേ? ഹജ്ജത്തുൽ വിദാഇന്റെ വേദി അങ്ങനെയുള്ളൊരു വേദിയായിരുന്നു. ആ സമയത്ത് 3 കാര്യങ്ങൾ റസൂൽ എടുത്ത് സംസാരിച്ചു. 3 കാര്യങ്ങൾ. 1 ഫിൻ നിസാ, ഭാര്യമാരെ സംബന്ധിച്ച. 2 സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച. 3 മുസ്ലിമിന്റെ അഭിമാനത്തെ സംബന്ധിച്ച. ഈ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി എടുത്ത് സംസാരിച്ചു. അതിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് റസൂൽ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിൻ നിസാ വസ്തൗസു ബിൻ നിസാഇ ഖൈറാ, നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വസ്തൗസു ബിൻ നിസാഇ ഖൈറാ, നിങ്ങൾ നല്ല രൂപത്തിൽ പെണ്ണുങ്ങളെ ഉപദേശിക്കുക. കാരണം ഫഇന്നഹുന്ന ഖുലിഖ്ന മിൻ ദിലഇൻ, ആ പെണ്ണുങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് വാരിയല് കൊണ്ടാണ്. എന്നറിയാലേ സംഭവം? ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബിയുടെ വാരിയലിൽ നിന്നാണ് ഹവ്വാൻ അല്ലാഹു സൃഷ്ടിക്കുന്നത്. ഇതാണ് സംഭവം. അതിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, ഫഇന്നഹുന്ന ഖുലിഖ്ന മിൻ ദിലഇൻ, വളഞ്ഞ വാരിയലിൽ നിന്നാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വാരിയല് വളഞ്ഞിട്ടുണ്ട്. ഈ വളഞ്ഞ വാരിയിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകൾ എപ്പോഴും വളഞ്ഞിട്ടേ ഉണ്ടാവും, അപ്പൊ നേരെയാകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരെയാക്കാൻ പോകണ്ട. നേരെയാക്കിയാൽ, വളഞ്ഞ സാധനം നേരെയാക്കി എന്താവും? അത് പൊട്ടും. അത് പൊട്ടാന്ന് പറഞ്ഞാൽ തലാഖിൽ അവസാനിക്കലാണ്. അതുകൊണ്ട് പെണ്ണിൻ്റെതായ കുറവുകൾ ഉണ്ടാവും. അത് പരിഹരിച്ച് അതിനെ മാനിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനാണ് യഥാർത്ഥ പുരുഷൻ, അതാണ് യഥാർത്ഥ ഭർത്താവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാര് വരെ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരാരാ? സ്വർഗ്ഗം കണ്ട സന്തോഷത്തോടെ അറിയിക്കപ്പെട്ട സ്ത്രീകളാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനാണ്, റസൂലിന്റെ കൂടെ ജീവിതം പങ്കിടാൻ ഭാഗ്യം കിട്ടിയവരാണ്. അവരെക്കാൾ ഖൈറായ ഒരാൾ ദുനിയാവിൽ മറ്റൊരു സ്ത്രീകളില്ല. എന്നിരിക്കെ ആ സ്ത്രീകളിൽ വരെ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് പോലും അത് ഒഴിവില്ല, കാരണം ഒരു സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണ്. അങ്ങനെയാണ് അള്ളാഹു പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മളെ ഭാര്യമാരും ഇനി പറയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ സ്വാഭാവികമായും അവരിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടാവും സ്ത്രീകൾ എന്ന നിലക്ക്. റസൂൽ തന്നെ പറഞ്ഞതല്ലേ, റസൂൽ പറഞ്ഞു,
പെണ്ണിനേക്കാൾ ഒരു പടി താഴെ, ആണിനേക്കാൾ ഒരു പടി താഴെയാണ് സ്ത്രീകൾ. എന്തുകൊണ്ട്? രണ്ട് കാര്യങ്ങളെ കൊണ്ട്. ഒന്ന്, നാഖിസാതു അഖ്ലിൻ നാഖിസാതു ദീനിൻ. ആ സ്ത്രീകൾക്ക് ദീനും കുറവായിരിക്കും, ബുദ്ധിയും കുറവായിരിക്കും. ഹദീസാണ്. ഇപ്പോൾ റസൂൽ സഹാബകൾ ചോദിച്ചത് അങ്ങനെ പറയാൻ കാരണം, റസൂൽ പറഞ്ഞു, ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് സ്ത്രീകളാണ് സാക്ഷ്യത്തിനെടുക്കുക. എല്ലാ കാര്യങ്ങളിലും തെളിവായിക്കൊണ്ട് സാക്ഷികളുമാണല്ലോ. ഒരു പുരുഷന്റെ സ്ഥാനത്ത് സ്വീകരിക്കാൻ പറഞ്ഞ അല്ലാഹു രണ്ട് സ്ത്രീകളെയാണ്. സൂറത്തുൽ ബഖറ ആയത്ത് ദൈനിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ രണ്ടാൾക്കാരെ സാക്ഷി നിർത്തണം. പുരുഷന്മാരാണെങ്കിൽ രണ്ടാള്, സ്ത്രീകളാണെങ്കിൽ നാലാൾക്കാർ. ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് സ്ത്രീകൾ. അതേപോലെ കിസാസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോ സിന, ഹദ് നടപ്പാക്കുന്ന വിഷയം, അതേപോലെ കൊല, അതിന് ഖസാമ എന്ന് പറയുന്ന സാക്ഷ്യം നിൽക്കും. ഇതിനൊക്കെ സ്ത്രീകളുടെ സാക്ഷ്യം സ്വീകരിക്കുന്നതും അല്ല. എന്തുകൊണ്ടാണ്? അവര് വികാരത്തിന്റെ അടിമകളാണ്. പുരുഷന്മാരെ പോലെ ഉറച്ച മനസ്സുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് ബുദ്ധി കുറച്ച് കുറവുള്ള ആൾക്കാരാണ്. ദീൻ കുറവുള്ള ആൾക്കാരാണ്. ഇത് ചോദിച്ചപ്പോൾ സഹാബാക്കൾ ചോദിച്ചാൽ അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പുരുഷൻ എല്ലാ മാസവും കറക്റ്റ് നിസ്കരിക്കും, നോമ്പെടുക്കും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. ചില മാസത്തിൽ ചില ദിവസങ്ങളിൽ അവർക്ക് നോമ്പുമില്ല, നിസ്കാരവുമില്ല. അത് അല്ലാഹു അവർക്ക് കുറവായിട്ട് നൽകിയതാണ്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ. ഇതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും കുടുംബത്തിൽ ഉണ്ടാവൂല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? തുടർന്ന് അവരുമായിട്ടുള്ള ബാധ്യതകൾ മനസ്സിലാക്കുക. വേറെ ഹദീസ് കൂടി അവസാനമായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകാൻ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. പുരുഷന്മാർക്ക് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. അവർക്ക് സമൂഹ ബാധ്യതകൾ ഒരുപാടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ 4 കാര്യങ്ങൾ എണ്ണി. ഈ 4 പൂർത്തീകരിച്ചാൽ ഒരു സ്ത്രീക്ക് സ്വർഗത്തിൽ പോകാം. ഒന്ന്, ആ പെണ്ണ് വസല്ലത് ഖംസഹ, 5 നേരം നിസ്കരിക്കണം സമയത്ത്. വസാമത് ശഹറഹ, റമദാൻ മാസം വന്നാൽ റമദാനിൽ നോമ്പെടുക്കണം. പിന്നെ സമ്പത്ത് ഉണ്ടെങ്കിൽ അതിന്റെ സകാത്ത് വർഷാവർഷം കൊടുക്കണം. 4-ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വതഅഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കണം. ഈ 4 കാര്യങ്ങൾ ഒരു സ്ത്രീ ചെയ്താൽ ആ സ്ത്രീയോട് നാളെ പരലോകത്ത് പറയപ്പെടും, ഉദ്ഖുലി ഫിൽ ജന്നതി മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി, നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ കവാടത്തിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അതാണ് സ്ത്രീയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഭർത്താവിനെ അനുസരിക്കാതെ നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കുറച്ച് ദീനി ബോധമുള്ള സ്ത്രീകളൊക്കെ നിസ്കരിക്കാറുണ്ട്. അതേപോലെ സക്കാത്ത് കൊടുക്കുന്ന ഒരൽപ്പം വിദ്യാഭ്യാസവും ദീനി വിദ്യാഭ്യാസവും ദീനി ആഖിറ പേടിയുള്ള പെണ്ണാണെങ്കിൽ അവൾ സക്കാത്തും കൊടുക്കും. റമദാൻ മാസം വന്നെത്തിയാൽ കുറച്ചങ്ങ് ദീനുള്ള പെണ്ണാണെങ്കിൽ അവൾ നോമ്പ് കൊടുക്കും. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല. അതിനെ കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യം, അത് പെട്ടെന്നൊന്നും സാധ്യമാകില്ല. അതിന് ഒരു ക്ഷമ വേണം, കുറച്ച് സഹിക്കേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. 4-ാമത്തെ കാര്യം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതാണ് എടുത്തു പറഞ്ഞത്. ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണെങ്കിൽ സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവർക്ക് അനുവാദം നൽകപ്പെടുന്നതാണ്. ഇതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ ഹുക്കുമിലേക്ക് കടക്കാം. ആദ്യം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയോട് 2 ബാധ്യതകളാണ്. ഒന്ന് ഹുഖൂഖുൽ മാലിയ, 2 ഹുഖൂഖുൽ ഗൈറു മാലിയ. ഹുഖൂഖുൽ മാലിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ ബാധ്യതകൾ. ഹുഖൂഖുൽ ഗൈറു മാലിയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമല്ലാത്ത ബാധ്യതകൾ. ഇതില് പണ്ഡിതന്മാർ പറയുന്നത് സാമ്പത്തികപരമായ ബാധ്യതകൾ 3 എണ്ണമാണ്. സാമ്പത്തികപരമായ ബാധ്യതകൾ 3 എണ്ണമാണ്. അതിലൊന്ന് അൽ മഹർ, മഹറാണ്. മഹർ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ താൻ ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് നൽകുന്ന കാര്യം, അതിനാണ് മഹർ എന്ന് പറയാം. മഹർ വാജിബാണ്. കാരണം അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചതാണ്, വആതു നിസാഅ സദഖാതിഹിന്ന നിഹ്ല, വആതു നിസാഅ സദഖാതിഹിന്ന നിഹ്ല. സൂറത്തുൽ നിസാ, നിങ്ങൾ
കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിങ്ങൾ മഹർ സമ്മാനമായിട്ട് കൊടുക്കണം. അത് പുരുഷന്റെ ബാധ്യതയാണ്. മഹർ പുരുഷന്റെ ബാധ്യതയാണ്. മഹർ കൊടുത്തിട്ട് വേണം സ്ത്രീകളെ കല്യാണം കഴിക്കാൻ. നമ്മുടെ നാട്ടിൽ സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായം എന്തിനു പറയാം, സ്ത്രീകളിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വാങ്ങുന്നേ സ്ത്രീധനം അല്ലേ? സ്ത്രീധനം വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. പ്രത്യേകിച്ച് ഒരാണിന് ചേരാത്ത സ്വഭാവം കൂടിയാണ്. സ്ത്രീയുടെ പെണ്ണിന്റെ വാപ്പയിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കല്യാണം കഴിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത, ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അത് പുരുഷന്മാർക്ക് ചേരാത്തതാണ്. നമ്മുടെ നാട്ടില് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗ് ഒരു പ്രോഗ്രാം നടത്തി. ഞാൻ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയത്തിൽ പ്രത്യേക പാർട്ടിയോട് മെമ്പർഷിപ്പുള്ള ആളോ അല്ലെങ്കിൽ പാർട്ടിയോട് അനുകൂലം പ്രകടിപ്പിക്കുന്ന ആളോ അല്ല. വോട്ട് ചെയ്യും മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് മാത്രം. അതല്ലാതെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം കാണിക്കുകയും ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത ആളോ അല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ രാഷ്ട്രീയ പ്രോഗ്രാമുകളിലോ പങ്കെടുക്കുന്ന ആളുമല്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ മുസ്ലിം ലീഗ് ഒരു പ്രോഗ്രാം നടത്തുകയും അതിൽ ആ നാട്ടിലെ ഖത്തീബൻ നിനക്കെന്നെ ക്ഷണിക്കുകയും ചെയ്തു. ഞാൻ പോവുകയും ചെയ്തു. പ്രോഗ്രാം എന്തായിരുന്നു അറിയോ? സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരെ ആദരിക്കുന്ന ചടങ്ങ്. നമ്മുടെ നാട്ടിലെ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച ചെക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങ്. അതിൽ പോവുകയും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള എന്താ പറയാ, സമൂഹത്തിന് ഉന്മേഷം നൽകുന്ന, സമൂഹത്തിന് മാതൃകയാകുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മളും കാഴ്ചവെക്കണം. ഇത്തരത്തിൽ സമൂഹത്തിൽ ഈ എത്രയോ കുടുംബങ്ങൾ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം കടബാധ്യതകൾ പേറിക്കൊണ്ട് മനുഷ്യന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കാതെ ഒളിച്ചു നടന്ന് ജീവിക്കുന്ന എത്രയോ പിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുഷിച്ച ആചാരങ്ങൾ നമ്മളതിന് എതിർ നിൽക്കണം. അങ്ങനെയുള്ള വിവാഹങ്ങൾ പങ്കെടുക്കാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അങ്ങനെ അടുത്ത് പോകാനും നമ്മൾ പാടില്ല. പരിപൂർണമായി മാറി നിൽക്കുകയും സമൂഹത്തിൽ നിന്ന് അത്തരക്കാരെ മാറ്റി നിർത്തുകയും ചെയ്യണം. അപ്പോൾ മഹർ എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് നൽകേണ്ട അവകാശമാണ്. അത് കൊടുത്തിരിക്കണം. എന്താ മഹറായിട്ട് കൊടുക്കേണ്ടത്? ഒരുപാട് ചർച്ചകളുണ്ട് പണ്ഡിത ലോകത്ത്. മഹർ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവകാശം. അവർക്ക് ചോദിച്ച് വാങ്ങാം, എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ മഹർ നിശ്ചയിക്കുന്നത് അത് പുരുഷനാണ്, ഭർത്താവ്. ഭർത്താവ് തീരുമാനിക്കും എന്താണ് മഹർ കൊടുക്കേണ്ടത്. നമുക്ക് എന്ത് മഹർ എടുക്കാൻ പറ്റുമോ? കൊടുക്കാം. മൂല്യമുള്ള എല്ലാ വസ്തുക്കളും മഹറായിട്ട് കൊടുക്കാം. സ്വർണം കൊടുക്കാം, പൈസ കൊടുക്കാം, വാഹനം കൊടുക്കാം, സ്വത്ത് കൊടുക്കാം, എന്തും കൊടുക്കാം. ഒരു സഹാബി വനിത റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, എൻ്റെ ഭർത്താവ് വെറുക്കപ്പെട്ട സ്വഭാവമൊന്നുമല്ല, നല്ല സ്വഭാവമാണ്, എന്നോട് നല്ല സ്നേഹമാണ്. പക്ഷെ അദ്ദേഹത്തിന് ലൈംഗികപരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, ഒഴിവാക്കണം. ഭർത്താവോട് സമ്മതിക്കുന്നില്ല. ഭർത്താവിന് ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്, പരസ്പരം നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ്. പക്ഷെ ലൈംഗികപരമായ ചില അസുഖം കാരണം എനിക്ക് ആ ഭർത്താവിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കണം. റസൂൽ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒഴിവാക്കിയ തലാഖ് ചൊല്ലി. പക്ഷെ ആ വ്യക്തി സമ്മതിക്കുന്നില്ല, സഹാബി സമ്മതിക്കുന്നില്ല, അത്ര ഇഷ്ടമാണ്. റസൂൽ സ്ത്രീയോട് അങ്ങനെയാണ്, നീ ഫസ്റ്റ് ചെയ്തോ, നീ ഖുൽഹ് നടത്തിക്കോ. ഖുൽഹ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷനോട് ആവശ്യപ്പെടുക തലാഖ് ചൊല്ലാൻ, അങ്ങനെ ഖുൽഹ് എന്ന് പറയാം. അങ്ങനെ ചെയ്തു. ഖുൽഹ് നടത്തുന്ന സ്ത്രീ റസൂൽ സ്ത്രീയോട് പറയാം, നിനക്ക് എന്താണ് ഭർത്താവ് മഹറായിട്ട് നൽകിയത്? അപ്പൊ സ്ത്രീ പറഞ്ഞു, മദീനയിൽ ഇന്ന സ്ഥലത്ത് ഇത്ര തോട്ടമാണ്, എനിക്ക് ഈത്തപ്പഴത്തിന്റെ തോട്ടമാണ് മെഹറായിട്ട് നൽകിയത്. റസൂൽ പറഞ്ഞ സ്ത്രീയോട്, ആ തോട്ടം മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് നീ ഖുൽഹ് നടത്തിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഈ ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത് സ്വർണം തന്നെ മഹറായിട്ട് കൊടുക്കണമെന്നില്ല. തോട്ടം കൊടുക്കാം, സമ്പത്ത് കൊടുക്കാം, മൂല്യമുള്ള എന്ത് വസ്തുക്കളാണെങ്കിലും മഹറായിട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെണ്ണിന് ആ പെണ്ണിന്റെ നാട്ടിൽ ചില സമ്പ്രദായങ്ങളുണ്ടാവും, ആ പെണ്ണിന്റെ കുടുംബപരമായിട്ടുള്ള ചില സമ്പ്രദായങ്ങളുണ്ടാവും. അതിന് പരിഗണിക്കണം മഹർ കൊടുക്കുമ്പോൾ. ഒരു പെണ്ണിന്റെ കുടുംബം നല്ല തറവാടിയായ കുടുംബമാണ്, ആ പെണ്ണിന്റെ ജ്യേഷ്ഠത്തെയാണെങ്കിലും മറ്റുള്ള കുടുംബക്കാരാണെങ്കിലും ഏകദേശം 5, 6 അല്ലെങ്കിൽ 10 പവൻ വരെ മഹർ വാങ്ങി കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾ കെട്ടുന്ന ആ പെണ്ണിനെ അവരെ കുടുംബ മഹിമയും അവരുടെ കുടുംബത്തിന്റെ മാമൂലുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അത് തന്നെ
തത്തുല്യമായി എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഭാര്യമാരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. മഹർ കുറച്ച് കൊടുത്തിട്ട് അവരെ അവഹേളിക്കുന്നത് നല്ലത്. അവരെ കുടുംബ സാഹചര്യം അനുസരിച്ചിട്ട് എത്രയാണോ സാധാരണ കൊടുക്കാറുള്ളത് അത് പരിഗണിച്ച് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ ഭാര്യമാരെ ബഹുമാനിക്കുന്നതിന് തുല്യവുമാണ്. അപ്പൊ അതാണ് പുരുഷന്റെ ഒന്നാമത്തെ ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവർക്ക് മഹർ കൊടുക്കുക. രണ്ടാമത്തത് അന്നഫഖ, ചെലവിന് കൊടുക്കുക. ഭാര്യക്ക് ചെലവിന് കൊടുക്കുക. ചെലവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസ കൊടുക്കണം എന്നൊന്നുമില്ല. അവരുടെ കയ്യിൽ പൈസ കൊടുക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരോ, നമ്മൾ കച്ചവടം കൊണ്ട് പുറത്തു പോകുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ ദുബായിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആളോ അല്ല. എല്ലാ ദിവസവും വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. പൈസയായിട്ട് ഏവ കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ ചില പെണ്ണുങ്ങൾ, ചില സ്ത്രീകളൊക്കെ പരാതിയായിട്ട് പറയാറുണ്ട്, എന്റെ ഭർത്താവ് പൈസ തരാറില്ല, പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുടുംബം ഭരിക്കേണ്ടത് ഭർത്താവല്ലേ. അപ്പൊ ആ ഭർത്താവ് എന്ത് ചെയ്താൽ മതി? കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുത്താൽ മതി. ആ സ്ത്രീക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങാം. എപ്പോ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന പുരുഷനാണെങ്കിൽ, അതല്ല ജോലി ആവശ്യത്തിന് പുറത്തു പോകുന്ന ആളോ, അല്ലെങ്കിൽ ദുബൈയിലോ ഗൾഫിലുള്ള ആളാണെങ്കിൽ പൈസ കൊടുത്താൽ മതി അതിന് പകരമായിട്ട്. അതല്ലെങ്കിൽ അവര് വീട്ടിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. പൈസ കൊടുക്കുന്ന നിർബന്ധം ഇല്ല. എങ്ങനെയാ ചിലർ കൊടുക്കേണ്ടത്? അതും ഈ പറഞ്ഞതുപോലെ അവരുടെ കുടുംബം, അവരുടെ നാട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. നമ്മളെ കേരളത്തിൽ, നിങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീക്ക് ഒരാൾ മിനിമം ചെലവിന് കൊടുക്കുന്നത് 10,000 രൂപ എന്ന് കൂട്ടിക്കോ ഒരു മാസം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ താമസിക്കുന്ന പെണ്ണിന് കൊടുക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. അവരുടെ കുടുംബവും അവരുടെ നാടും പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അതിന് തെളിവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദ്. ഈ ഹിന്ദ് റസൂലിലേക്ക് വന്നിട്ട് പരാതി പറയും, റസൂലേ, അബൂ സുഫിയാൻ അദ്ദേഹം പിശുക്കനായ മനുഷ്യനാണ്, ചെലവിന് പൈസ ഇരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദിനോട് പറയും, നിനക്കും നിന്റെ കുട്ടിക്കും ആവശ്യമായ പൈസ മഅറൂഫായ രൂപത്തിൽ നീ എന്ത് ചെയ്യുക, ആ ഭർത്താവിന്റെ കീശയിൽ അവരെ അറിയാതെ നീ എടുത്തോ, നിനക്ക് അനുവാദമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം എന്താ അറിയോ? ബിൽ മഅറൂഫ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ റൂഫ് അനുസരിച്ച് ഒരു കുടുംബത്തിന് താമസിക്കാൻ ആ നാടും പരിസരവും പരിഗണിച്ചുകൊണ്ട് എത്ര വേണോ ചെലവിന് ആവശ്യമായി വരുന്നത് അത് നിനക്ക് എന്ത് ചെയ്യാം, ഭർത്താവിന്റെ കീശയിൽ നിന്ന് എടുക്കാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ചെലവ് നിർബന്ധമാണ്. കൊടുത്തിട്ടില്ല എങ്കിൽ ഭാര്യയ്ക്ക് അത് ഭർത്താവിന് ചോദിച്ചു വാങ്ങാം. എന്നിട്ട് കൊടുത്തില്ല എങ്കിൽ ഭർത്താവിന്റെ കീശയിൽ നിന്ന് അത് എടുക്കാം. അതിന് കളവിന്റെ ഗണത്തിൽ പെടുത്തൂല. ഒന്ന്. രണ്ടാമത്തത്, മാന്യമായ രൂപത്തിലായിരിക്കണം ചെലവ് കൊടുക്കേണ്ടത്. വലിയ കുടുംബത്തിൽ നിന്ന് പണക്കാരായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ആ പെണ്ണിന് നമ്മുടെ വീട്ടിൽ മാസം 1000 രൂപ ചെലവിന് കൊടുത്താൽ മതിയാകും? ഇല്ല. ആ പെണ്ണ് ജീവിക്കുന്ന രൂപത്തിൽ 10,000 ചെലവ്. അതന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതാണ് ചെലവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൂന്നാമത്തത് അസ്സുക്ന. സുക്ന എന്ന താമസിക്കാനുള്ള സൗകര്യം. ഒരു പെണ്ണിൽ ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ താമസിക്കാൻ ഒരു സ്ഥലമാണ്. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ചില പെൺകുട്ടികളുണ്ടാവും ദീനിപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദീനിപരമായ ചുറ്റുപാടിൽ അന്തരീക്ഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും. നമ്മുടെ സലഫികളായിരിക്കും. നമ്മളെന്ത് ചെയ്യും, ഒരു സലഫി പെണ്ണിനെ കല്യാണം കഴിക്കും. ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ സമസ്തക്കാരായിരിക്കും. അവരെല്ലാ ഖുറാഫാത്തുകളും വിദാത്തുകളും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്യും, ഒരു സലഫിയായ ദീനിമാഹം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കും. നമ്മൾ ദുബൈയിലേക്ക് പോകും. പിന്നെ ആ പെണ്ണ് ജീവിക്കുന്നത് ഖുറാഫികളുടെയും വിദായികളുടെയും ഇടയിലാണ്. അതൊരു പെണ്ണാണ്, സ്ത്രീയാണ്, ആണുങ്ങളല്ല. വാശി പിടിക്കാനും സംസാരിക്കാനും പറ്റുന്ന ഒരാണല്ല. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ആ വിദഅത്തിനും ഖുറാഫാത്തിനും പങ്കാളികളാകുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പെണ്ണിന്റെ ദീനിനെ ഇല്ലാതാക്കാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുക. നിങ്ങളെ കൂടെ കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടിയിട്ട് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ മാറി താമസിക്കുക. അതിനാണ് ഒരു പുരുഷന്റെ പെണ്ണിനോട് കാണിക്കേണ്ട മര്യാദയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ചെലവിൽ ഒരു വീടുണ്ടാക്കി അങ്ങോട്ടേക്ക് താമസം മാറ്റി. അലിയും ഫാത്തിമയും റളിയല്ലാഹു അൻഹും അജ്മഈൻ. അത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണ്. പിന്നെ അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് വന്നതിന് ശേഷം
മസ്ജിദിനോട് ചുറ്റുമായി റസൂൽ 9ഓളം വീടുകൾ ഉണ്ടാക്കി. അതിലാദ്യം വന്നുടനെ തന്നെ ഒരു വീടുണ്ടാക്കി. പിന്നെ അതിനുശേഷം തുടർന്ന് ഓരോ കല്യാണം കഴിക്കുമ്പോഴും ഓരോ വീടുണ്ടാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തരെയും വേറെ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു. അത് പുരുഷന്റെ അഭിമാനത്തിൽപ്പെട്ടതാണ്. തന്റെ സ്ത്രീ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അവർ ഇഷ്ടപ്പെടുന്ന ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരിക്കലും നമ്മുടെ ഭാര്യമാരെ നമ്മുടെ വീട്ടിലെ അടിമകളെ പോലെ കാണാൻ പാടില്ല. ഞാൻ കല്യാണം കഴിക്കും, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന്മാരുണ്ടാവും, എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ടാവും, എൻ്റെ പെങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടാവും, പലരും ഉണ്ടാവും. അവരുടെയൊക്കെ അടിമകളെ പോലെ താമസിക്കേണ്ട ആളല്ല എൻ്റെ പെണ്ണ്. ഞാൻ കൊണ്ടുവന്നത് എൻ്റെ ഭാര്യയാണ്, അവിടെ എനിക്ക് ഹിദ്മത്തെടുത്ത് ജീവിക്കേണ്ടവളാണ് എന്നൊരു ബോധം പുരുഷന്മാർക്കുണ്ടായിരിക്കണം. നാട്ടിലെ ആചാരമല്ലേ, സമ്പ്രദായമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം ഭാര്യമാരുടെ ഇഷ്ടത്തിനെ പരിഗണിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മറ്റാർക്കോ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ അന്യന്മാരൊരിക്കലും നമ്മുടെ ഭാര്യയുടെ മഹറമല്ല, പരസ്പരം കാണാനോ ഉണ്ടാകാനോ പറ്റുന്ന ആളല്ല, അന്യപുരുഷരാണ്. അപ്പൊ അന്യപുരുഷന്മാർക്ക് മുന്നിൽ അവൾ എന്ത് ചെയ്യേണ്ടി വരും? നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ഒന്നിച്ച് താമസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഒരു സ്ത്രീ റസൂലുള്ളാഹിയോട് പരാതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ സഹോദരന്മാരുണ്ടാവും, ജ്യേഷ്ഠന്മാരുടെ അനിയന്മാരുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഹമു അൽ മൗത്ത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാർ മരണത്തിന് തുല്യമാണ്. അത്രയും അപകടമാണ്. കാരണം ഒന്നിച്ച് വീട്ടിൽ താമസിക്കുന്നവരാണ്. ആരും സംശയിക്കൊന്നുമില്ല, ആരും സംശയിക്കും. എൻ്റെ ഭാര്യ എൻ്റെ അനിയനോട് സംസാരിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും? അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും? ഇല്ല, കുടുംബക്കാരല്ലേ. പക്ഷെ അത് വലിയ അപകടമാണ്. ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കണം, രണ്ടും അന്യപുരുഷനും അന്യ സ്ത്രീയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ താമസിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതുപോലെ വഅസ്കിനൂഹുന്ന മിൻ ഹൈതു സകൻതും മിൻ വുജദികും, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ താമസിപ്പിക്കുക. ചിലപ്പോൾ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഭാര്യമാരെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ പലതും പറയും. നമ്മളൊന്നും കാര്യമാക്കണ്ട. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ജീവിതം, നമ്മളെ കുടുംബമാണ്. നീ കല്യാണം കഴിച്ച ഭാര്യ നിന്റെ പെണ്ണാണ്. അവള് നിന്റെ വീട്ടിൽ അടിമവേല ചെയ്യേണ്ട പെണ്ണല്ല. ചെയ്യണം, അതോടെ ഫദിലാണ്, ഔദാര്യമാണ്. എൻ്റെ ഉപ്പാനും ഉമ്മാനും നോക്കുക, എൻ്റെ വീട്ടിൻ്റെ വരെ നോക്കുക, അത് ആ പെണ്ണിന്റെ മര്യാദയാണ്. മറിച്ച് അവകാശം ഹക്കുമല്ല. അടിമയെ പോലെ കാണാൻ പാടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചെടുത്ത് ഈ പെണ്ണിനെ നിങ്ങൾ ജോലിസ്ഥലത്തെ കൊണ്ടുപോകാം, നിങ്ങൾ മാറി താമസിക്കുന്നത് കൊണ്ടുപോകാം. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഹക്കാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. കുടുംബക്കാർ പലരും പറയും, നാട്ടുകാർ പലതും പറയും. നമ്മൾ എന്ത് ചെയ്യേണ്ട? അത് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സാമ്പത്തികപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതകൾ. ഇനി ഹുഖൂഖുൻ ഗൈറു മാലിയ്യ, സാമ്പത്തികപരമല്ലാത്ത ചില ബാധ്യതകൾ. അതിലൊന്ന് അൽ-അദ്ലു ബൈന സൗജാത്ത്, ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുക. അത് ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ച ആൾക്കുള്ള കാര്യമാണ്. ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചാൽ കഴിക്കാൻ രസമായിരിക്കും, പക്ഷെ അതിന് ശേഷമുള്ള ബാധ്യതകൾ വളരെ കഠിനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാകുകയും അതിൽ ഒന്നിനോട് പ്രത്യേക സ്നേഹം കാണിക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് വരുമ്പോൾ അവന്റെ ചുമല് ചെരിഞ്ഞ അവസ്ഥയിലായിരിക്കും നാളെ പരലോകത്തേക്ക് വരിക. കല്യാണം കഴിക്കാൻ സുഖമാണ്, 1, 2, 3, 4 കഴിക്കാൻ സുഖമാണ്. പക്ഷെ അല്ലാഹു എന്താ ഫൈൻ ഖിഫ്തും അല്ലാ തഅദീലു, നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കൂല എന്ന് തോന്നിയാൽ ഫവാഹിദ, ഒന്നിനെ മാത്രം നിങ്ങൾ ഒതുക്കുക. അല്ലേ? അനുവാദമുണ്ട്. അല്ലാഹു കല്യാണം കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. സാമ്പത്തികമായി ശാരീരികമായി കഴിവുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, അനുവദിക്കപ്പെട്ട രൂപത്തിൽ. അത് ഒളിപ്പിച്ചുകൊണ്ട് മറച്ചുകൊണ്ട് ആവശ്യമില്ല. നിങ്ങളുടെ മുൻ ഭാര്യമാരുടെ അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹക്കാൻ അല്ലാഹു അനുവദിച്ച് തന്നതാണ്. പക്ഷെ നീതി കാണിക്കൽ നിർബന്ധം. നീതി കാണിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് നൽകിയിട്ടുണ്ട് പരലോകത്ത്. അപ്പോ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ നീതി കാണിക്കുക. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ മുആശറത്തുൽ ഹസന, നല്ല ബന്ധം വെച്ച് പുലർത്തുക. പ്രത്യേകിച്ച് ഭർത്താവും ഭാര്യമാരും നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്. റസൂൽ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത്
നിങ്ങളുടെ കുടുംബത്തിൽ നല്ല സ്വഭാവം കാണിക്കുന്നവനാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല സ്വഭാവം കാണിക്കുന്നവൻ. ഞാൻ എൻ്റെ കുടുംബത്തിൽ നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന ആളാണ്. ഈ ഹദീസ് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ അറിയോ? സ്വാഭാവികമായും എല്ലാവരും തന്റെ കൂട്ടുകാരടുക്കാൻ നല്ല മനുഷ്യന്മാരായിരിക്കും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല സ്വഭാവമായിരിക്കും. കൂടെ പഠിക്കുന്ന ആളെ കൂടെ ജോലി ചെയ്യുന്ന നല്ല സ്വഭാവമായിരിക്കും. എന്നാൽ ഈ ദേഷ്യത്തെ തീർക്കല് വീട്ടിൽ വന്നൊരു ഭാര്യയോടായിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ സ്വഭാവം എന്താണോ അതാണ് നമ്മൾ നന്നാക്കേണ്ടത്. പുറത്തൊക്കെ മാന്യന്മാരായിരിക്കും, എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറ്റം, ചിരിയും സന്തോഷവും നല്ല സംസാരം. വീട്ടിൽ വന്നാൽ നേരെ ഓപ്പോസിറ്റ്. അത് പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരോടായിരിക്കും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത്. ഭാര്യമാരോട്, മാതാപിതാക്കളോട്, അനുജന്മാരോട്, ജ്യേഷ്ഠന്മാരോട്, വീട്ടിലുള്ള കുടുംബക്കാരോട്. അവിടെയാണ് നിങ്ങൾ നന്നാകേണ്ടത്. അവിടെ നന്നായാലേ പുറത്ത് നന്മ കാണിക്കുന്നത് നിങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ മുനാഫിഖായി പോകും. പുറത്ത് നല്ല മാന്യനായിരിക്കും, ഉള്ളില് വളരെ മോശം. അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകളോട് കാണിക്കേണ്ട ചില സ്വഭാവങ്ങൾ ഒരുപാടുണ്ട്. സമയമൂല്യം കൊണ്ടൊന്നും നിർത്താം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട് കാണിച്ച ചില പെരുമാറ്റ രീതികൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിൽ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ചെറിയ തർക്കം നടന്നുകൊടുക്കുക, സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യ ഭർത്താക്കന്മാരാണ്, നമുക്ക് റസൂലാണ്, നബിയാണ്, പക്ഷെ അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി തങ്ങളുടെ അമ്മോച്ചനാണ്, ആയിഷ റളിയല്ലാഹു ഉപ്പയാണ്. ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന കേട്ട് അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു ചൂടായി. അടിക്കാൻ വേണ്ടി കൈ പൊങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ കൈ പിടിച്ചിട്ട് ആയിഷാനെ പിറകിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. എന്നിട്ട് മടക്കി അയച്ചു. അതോടെ സിദ്ദീഖ് പുറത്തേക്ക് പോകും. എന്റെ റസൂലുള്ളാഹി ആയിഷ പറഞ്ഞു, ആയിഷ നീ കണ്ടില്ലേ, നിന്നെ അടിക്കാൻ വന്ന ആളിൽ നിന്ന് നിന്നെ സംരക്ഷിച്ച് കണ്ടില്ലേ? അതാണ് കെയറിങ് എന്ന് പറയാം, അല്ലേ? ഇതൊക്കെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിലുള്ളതാണ്. ഞാൻ സംരക്ഷിക്കുന്നത് കണ്ടില്ലേ? അതേപോലെ നിന്നെ ജീവിതത്തിൽ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ആയിഷ തന്നെ കോപം മാറി, ദേഷ്യം മാറി, സ്നേഹത്തിലെ. പിന്നെ അബൂബക്കർ സിദ്ദീഖ് പുറത്തുനിന്ന് കേൾക്കുന്നത് ഇവരുടെ പഞ്ചാര വർത്തമാനങ്ങളും കുശലാന്വേഷണങ്ങളും സന്തോഷം പങ്കിടുന്നതും. അബൂബക്കർ സിദ്ദീഖ് വീണ്ടും വാതിൽ കിട്ടി വെച്ചു, ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിൽ സാക്ഷിയായതുപോലെ നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ സാക്ഷിയായിക്കോട്ടെ റസൂലേ. അനുവാദം ചോദിക്കുകയും കയറി വരികയും ആ സന്തോഷത്തിൽ പങ്കാളിയാകുകയും ചെയ്തു. ഇത് നല്ലൊരു സ്വഭാവത്തിന്റെ അടയാളമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം റസൂലുള്ളാഹി ആയിഷ തന്റെ വീട്ടിലിരിക്കുന്ന സമയം മറ്റൊരു ഭാര്യ റസൂലുള്ളാഹിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നു പാത്രത്തിൽ. സ്വാഭാവികമായിട്ട് പെണ്ണുകൾ പരസ്പരം തീർത്തുള്ളവരായിരിക്കും. കൊണ്ടുവന്ന സമയത്ത് ആയിഷ നമുക്കത് സഹിക്കാൻ പറ്റിയില്ല. പാത്രം തട്ടി താഴെ ഇട്ട് പാത്രം പൊട്ടി. ആ സ്ത്രീ പോയതിനു ശേഷം റസൂലുള്ളാഹി ഒന്നും ദേഷ്യം പിടിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. റസൂൽ അവിടെ ഇരുന്നു പാത്രങ്ങൾ, ആ പൊട്ടിയ പാത്രം ഓരോന്നോരോന്നായി എടുത്ത് പുറക്കി കളഞ്ഞത് വൃത്തിയാക്കി. നല്ല സ്വഭാവത്തിന്റെ അടയാളം. ദേഷ്യം പിടിക്കേണ്ടടുത്ത്. വെറുതെ ദേഷ്യം പിടിച്ചതുകൊണ്ട് ഒരു നേട്ടവും നമുക്ക് നേടാനില്ല. ആയിഷ റളിയല്ലാഹു പറയാം, ഞാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒന്നിച്ച് കുളിക്കുമായിരുന്നു എന്ന്. ജനാബത്തിന്റെ കുളി നമ്മൾ ഒന്നിച്ച് കുളിക്കുമായിരുന്നു. നമ്മൾ പാത്രത്തിലേക്ക് കൈയിടുന്ന സമയം നമ്മൾ രണ്ടുപേരുടെ കൈ ഒന്നിച്ച് കുടുങ്ങുമായിരുന്നു പാത്രത്തിൽ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ആയിഷ റളിയല്ലാഹു പറഞ്ഞതാണ്. അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ വുളൂ ചെയ്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നെ ചുംബിച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് പോയിരുന്നത്. റസൂൽ ഞാൻ ഓട്ടമത്സരം നടത്തുമായിരുന്നു, നമ്മൾ തമാശ പറയുമായിരുന്നു, ചിരിക്കുമായിരുന്നു. ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഹബിഷക്കാരായ ചില അടിമകൾ അവർ ഒരുതരം കളി കളിച്ചു. കുന്തെറിഞ്ഞിങ്ങനെ കളിക്കുന്ന സമയം റസൂലുള്ളാഹി ആയിഷാനെ വിളിച്ചിട്ട് പറയും, ആയിഷ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. അത് മദീനക്കാരുടെ ശീലത്തിൽപ്പെട്ടതല്ല ഈ കളിയും ഈ കുന്തേറും, അബസീനക്കാർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. റസൂലുള്ളാഹി തങ്ങൾ ആയിഷാനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ആ കാണിക്കുന്ന രംഗം ആയിഷ പറയുന്ന ഹദീസ് പറയുന്നുണ്ട്. ആയിഷ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ മദീനയോട് ചാർന്ന് ചുമല് വെക്കുകയും റസൂലിന്റെ ചുമലിൽ തല വെച്ചുകൊണ്ട് റസൂലിന്റെ പിറകിൽ നിന്നുകൊണ്ട് ഞാൻ ആ കളി ആസ്വദിക്കുകയും ചെയ്തു. ഒരുപാട് നേരം നോക്കി നിന്നു. ഞാൻ എന്നിട്ട് അവസാനം ആരായിരിക്കും ആദ്യം മതി എന്ന് പറയുക എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. എനിക്ക് മടുത്തു, പക്ഷെങ്കിലും ഞാൻ മതി എന്ന് പറയാതെ റസൂൽ മതി എന്ന് പറയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അവസാനം ഞാൻ തോറ്റു. ഞാൻ മതി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും കൂട്ടി തിരിച്ചു വീട്ടിലേക്ക് പോയി. ഇതൊക്കെ നല്ല സ്വഭാവത്തിന്റെ ചില അടയാളങ്ങളാണ്.
നമ്മൾ പുറത്ത് മാന്യനായിരിക്കും, പുറത്ത് വലിയ ആൾക്കാരായിരിക്കും, വലിയ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ വീട്ടിലെത്തിയാൽ നീ ഒരു ഭർത്താവ് മാത്രമാണ്. അവിടെ നീ ഭർത്താവായിട്ട് മാത്രം പെരുമാറുക. പുറത്ത് ചിലപ്പോൾ വലിയ മന്ത്രിയോ പോലീസോ വലിയ പട്ടാളമൊക്കെ ആയിരിക്കും, പക്ഷെ വീട്ടിലെത്തിയാൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ നീ ഭർത്താവ് മാത്രമാണ്. അവിടെ നീ ഭർത്താവാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇതാണ് ഭാര്യമാരോടുള്ള കടപ്പാടുകൾ ചിലത്. പിന്നെ അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, അദമുൽ ഇദ്റാർ ബിസ്സൗജ, ഭാര്യമാരെ ഉപദ്രവിക്കാൻ പാടില്ല. പല രൂപത്തിലാണ് ഉപദ്രവങ്ങൾ, അല്ലേ? ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ അള്ളാഹു അനുവാദം നൽകുന്നുള്ളൂ. അത് ഭാര്യമാര് ഭർത്താക്കന്മാരെ അനുസരിക്കാതെ നിൽക്കുന്ന സമയം. അതിനാണ് നുഷൂസ് എന്ന് പറയാം. നുഷൂസ് അറബി പറയുന്ന കാര്യം. നുഷൂസ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക. ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതിരുന്നാൽ 3 കാര്യങ്ങൾ ചെയ്യാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഒന്ന്, ഫഇദൂഹുന്ന, അവർ ഉപദേശിക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഫഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ, കിടപ്പറ മാറ്റി കിടത്തണം, മാറിക്കിടക്കുക, ദേഷ്യം പ്രകടിപ്പിക്കുക. എന്നിട്ടും നന്നാകുന്നില്ല എങ്കിൽ ഫദ്രിബൂഹുന്ന, നിങ്ങൾ അവരെ അടിക്കണം. ഗൈറു മുബർറഹ്, മുറിവ് പറ്റാത്ത രൂപത്തിൽ. പ്രത്യേകിച്ച് മുഖത്തടിക്കാനേ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കുടുംബക്കാരെ വിളിച്ച് ആക്ഷേപിക്കാനോ മുഖത്തടിക്കാനോ ഒറ്റക്ക് വീട്ടിലല്ലാത്ത മറ്റൊരു സ്ഥലത്ത് ഒറ്റക്കാക്കി പോകാനോ പാടില്ല. ഇത് 3 ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കല്യാണം കഴിച്ചവർക്ക് അറിയാം. ഇത് 3 ഭർത്താവ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഒന്ന്, പ്രശ്നം തുടങ്ങി ആദ്യം വിളിക്കുന്നത് നിന്റെ ഉപ്പാനെ പെണ്ണിന്റെ ഉപ്പാനെ ആയിരിക്കും, അല്ലെങ്കിൽ പെണ്ണിന്റെ കുടുംബക്കാരെ ആയിരിക്കും ചീത്ത വിളിക്കുന്നത്. രണ്ടാമത്തത്, ഒന്നാമത്തെ അടി മുഖത്തായിരിക്കും, പിന്നെ മറ്റൊരു സ്ഥലത്ത് അടിക്കും. മൂന്നാമത്തത്, ദേഷ്യം പിടിച്ചാൽ എവിടെയാന്ന് നോക്കൂല, അവിടെ ഇട്ടിട്ട് വണ്ടി എടുത്തങ്ങ് പോകും. ഇത് 3 ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് 3 റസൂൽ നിരോധിച്ചതും കൂടിയാണ്. ഇതാണ് ഭാര്യമാരോടുള്ള ഭർത്താക്കന്മാരുടെ ചില മര്യാദകൾ. അറിയാം ഇതല്ലേ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാടുകൾ അത് ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ വിശാലമാണ്. അതിലൊരു ഹദീസ് മാത്രം മതി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ആരോടെങ്കിലും ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതു നിസാഅ അൻ യസ്ജുദന ലിഅസ്വാജിഹാ, ഒരു പെണ്ണിനോട് തന്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഇമാം നബവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത് അതാ ഭർത്താവിനോടുള്ള ഭാരിച്ച കടപ്പാടുകളെയാണ് സൂചിപ്പിക്കുന്നത്. അത്രയും ഉത്തരവാദിത്തമുണ്ട് ഭർത്താവിന്റെ വിഷയത്തിൽ ഭാര്യമാർക്ക് എന്നതിനെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങൾ കണ്ണിന് കുളിർമ നൽകുന്ന ജീവിതമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി